ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് വലിയൊരു സംഖ്യയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊന്ന് കുറക്കുന്ന രീതി ഒന്ന് നോക്കാം. ഓക്കെ, ഞാനിങ്ങനെ കള്ളി വരച്ചത് ശരിക്കും തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 4-ന്ന് 9 കുറക്കാൻ പറ്റുമോ? ഇല്ല. 4-ന്ന് 9 കുറക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം 4 എന്നുള്ള സംഖ്യ 9-നേക്കാളും ചെറുതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? തൊട്ടടുത്തുള്ള സംഖ്യയിൽ നിന്ന് കടം ചോദിക്കും. തൊട്ടടുത്തുള്ള ആരാണ്? 0ആണ്. 0-ത്തിൽ നിന്ന് എന്തില്ല? കടം തരാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്താ ചെയ്ത് അടുത്തത്? വീണ്ടും ഈ 0 പോയിട്ട് തൊട്ടടുത്തുള്ള ആളോട് ചോദിച്ചു, അവിടെയില്ല. തൊട്ടടുത്തുള്ള ആളോട് ചോദിച്ചു, അവിടെയില്ല. അങ്ങനെ അവസാനം 2-ൻ്റെ അടുത്ത് പോവാണ്. ഓക്കെ, അപ്പോൾ 2 ഒരു എണ്ണൽ സംഖ്യയിൽ പെട്ടതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവിടുന്ന് കടം ചോദിച്ചാൽ തരാൻ കഴിയും. ഓക്കെ, അങ്ങനെ നമ്മുടെ 2 തിരിച്ച് നമ്മുടെ 0-ന് കടം കൊടുക്കുകയാണ്. 0-ന് കൊടുത്തപ്പോൾ എത്രയായി? 0-ൻ്റെ അവിടെ 10 ആയി. അങ്ങനെ 0 എന്നുള്ള സംഖ്യ മാറിയിട്ട് വലിയൊരു സംഖ്യയായിട്ട് മാറി. ഓക്കെ, 10 ആയി. ഇനി ഈ 10-ന്ന് എന്ത് ചെയ്യാണ്? തൊട്ടടുത്തുള്ള 0-ന് കടം കൊടുക്കുകയാണ്. തൊട്ടടുത്തുള്ള 0-ന് കടം കൊടുത്തപ്പോൾ അവിടെ എത്രയായി? 10 ആയി. ഇവിടെ 9 ആയി. വീണ്ടും തൊട്ടടുത്തുള്ള ആൾക്ക് കടം കൊടുക്കുകയാണ്. തൊട്ടടുത്തുള്ള ആൾക്ക് കടം കൊടുത്തപ്പോൾ അവിടെ എത്രയായി? ഇവിടെ 10 ആയി. ഇവിടെ 9 ആയി. അങ്ങനെ അവസാനം ആദ്യം ചോദിച്ച ആൾക്ക് നമ്മുടെ 0 കടം കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ എത്രയായി? 14 ആയി. ഇവിടെ 9 ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ റൗണ്ട് ഇട്ട് നീലയിൽ ഞാൻ റൗണ്ട് ചെയ്യുന്ന ഭാഗത്ത് കൊണ്ടാണ് കുറക്കുന്നത്. 14-ന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്കറിയാം, 5 കിട്ടും. ഓക്കെ, 9-ന്ന് 7 കുറച്ച് കഴിഞ്ഞാൽ 2, 9-ന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ 0, 9-ന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ 4. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ കടം എടുത്തത്? 2-ന്നാണ്. ഓക്കെ, അപ്പോൾ ഇനി അവിടെ ആരേ ഉണ്ടാവുള്ളൂ? 1 ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ 1-ന്ന് 4-നെ ഓർക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക? തൊട്ടടുത്തുള്ള ആളെടുത്ത് പോയിട്ട് കടം ചോദിക്കുകയാണ്. തൊട്ടടുത്തുള്ള ആളാരാണ്? 0ആണ്. 0-ന് തരാൻ പറ്റുമോ? ഇല്ല. വീണ്ടും തൊട്ടടുത്ത ആൾ ചോദിക്കണം, അവിടെ ഇല്ല. വീണ്ടും തൊട്ടടുത്ത ആൾ അവിടുന്ന് ചോദിക്കുകയാണില്ല. അങ്ങനെ അവസാനം 9-ൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ 9 പറയാണ്, തരാൻ ഞാൻ റെഡിയാണ് എന്ന് പറയാണ്. അങ്ങനെ 9 എന്ത് ചെയ്യാണ്? തൊട്ടടുത്തുള്ള ആൾക്ക് കൊടുക്കുമ്പോൾ അവിടെ 10 ആയി. ഓക്കെ, 9-ൻ്റെ സ്ഥാനത്ത് എത്ര വന്നു? 8 വന്നു. ഇനിയോ 10 തൊട്ടടുത്തുള്ള ആൾക്ക് കൊടുക്കുമ്പോൾ അവിടെ എത്ര വന്നു? അവിടെയും 10 ആയി. നമ്മുടെ പഴയ സ്ഥാനത്ത് 10-ൻ്റെ സ്ഥാനത്ത് 9 ആയി. വീണ്ടും തൊട്ടടുത്തുള്ള ആൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ എത്ര വന്നു? 10 വന്നു. 9 ആയി. ഓക്കെ, അങ്ങനെ നമ്മുടെ ചോദിച്ചത് 1 ആയിരുന്നു. 1-ന് കൊടുത്തപ്പോൾ അവിടെ എത്ര ആയി? 11 ആയി. ഓക്കെ, 11 ആയി. 11-ന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്കറിയാം, 7 അല്ലേ? ഓക്കെ, അതേപോലെ നമ്മുടെ മുകളിൽ 9 ആയി. 9-ന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 7 കിട്ടും. 9-ന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 6 കിട്ടും. 9-ന്ന് 7 കുറച്ച് കഴിഞ്ഞാൽ 2 കിട്ടും. 8-ന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ 0 കിട്ടും. അപ്പോൾ നമുക്ക് വലിയൊരു ആൻസർ ഇവിടെ കിട്ടി. ഓക്കെ അല്ലേ?